ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, എക്സും വൈയും. രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. ഓക്കെ, അതായത് എക്സും വൈയും ഒരു ഇന്റർവെല്ലിലായിരിക്കും വാല്യൂ എടുക്കുക. ജനറലി സ്പീക്കിംഗ് -∞ to ∞ എക്സും വൈൻ്റെ വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ് എന്ന് പറയണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ ഇതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആൻഡ് ഇൻ്റഗ്രൽ -∞ to ∞ ദിസ് വൺ ഓഫ് ഡി വൈ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് എക്സ് കൊണ്ട് ഇതിനെ എക്സിൻ്റെ ഫുൾ ഡൊമൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വൈ കൊണ്ടും ഈ ഫംഗ്ഷനെ വൈയുടെ ഫുൾ ഡൊമൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ എഫ് ഓഫ് എക്സ് വൈയെ നമുക്ക് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കാം. അപ്പോൾ എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ഇതിൻ്റെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ എക്സും വൈയും കമ്പൈൻഡ് ആയിട്ട് വരുന്ന എന്ത് ക്വസ്റ്റ്യനും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആൻസർ ചെയ്യാൻ നമുക്ക് വേണ്ട മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ അറിയാമെങ്കിൽ ബാക്കി നമുക്കെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കാം. എക്സിൻ്റെ വാല്യൂ എയ്ക്കും ബിക്കും ഇടയ്ക്കാവാനും അതുപോലെ വൈയുടെ വാല്യൂ സിക്കും ഡിക്കും ഇടയ്ക്കാവാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഈ ഡെൻസിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എ മുതൽ ബി വരെയും വിത്ത് റെസ്പെക്ട് ടു വൈ സി ടു ഡി വരെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. So double integral f of xy dy dx, y varies from c to d, then x varies from a to b. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ എ ടു ബിയും വൈയുടെ വേരിയേഷൻ സി ടു ഡിയും ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും കിട്ടുക. എക്സ് വൈ പ്ലെയിനിൽ റെക്ടാങ്കുലർ റീജിയൻ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫസ് ആയിരിക്കും, 2 ഡയമെൻഷണൽ കർവിൽ ഇതൊരു സർഫസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ സർഫസിൻ്റെ ഈ ഏരിയയിൽ ഫോം ചെയ്യുന്ന ഈ വോളിയം ഇവിടെ ഒരു 3 ഡയമെൻഷണൽ എന്ന് പറയും, അതായിരിക്കും നമ്മൾ പ്രോബബിലിറ്റി എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുക. ഓക്കെ, അടുത്തത് എന്താണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എക്സിൻ്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും കൂടെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അതിൽ നിന്നും എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്സിൻ്റെ മാത്രം ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് ഈ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയെ വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതിനാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ മാർജിനൽ ഡെൻസിറ്റി ഓഫ് വൈ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈയെ നമ്മൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എക്സ് മൊത്തം പോയിട്ട് ആക്ച്വലി യു വിൽ ഗെറ്റ് എ ഫംഗ്ഷൻ ഇൻ ടൈംസ് ഓഫ് വൈ ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയാം. ഓക്കെ, അതുപോലെ രണ്ട് റാൻഡം വേരിയബിൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഓർ the effect of one variable does not affect the other variable, അതാണ് ഇൻഡിപെൻഡൻ്റ് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കേസിൽ അത് ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ, അതായത് ആദ്യം ഈ രണ്ട് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ പറയും എക്സും വൈയും കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറയും. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്തത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. അതായത് എക്സിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഫിക്സ് ചെയ്തുകൊണ്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൈ ഇതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ നൊട്ടേഷൻ ഇതാണ്, എഫ് വൈ ബൈ എക്സ് എന്ന് എഴുതും. എഫ് വൈ ബൈ എക്സ് ഓഫ് വൈ ബൈ എക്സ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അതും വളരെ എളുപ്പമാണ്. ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൺ എക്സ് കിട്ടും. അപ്പോൾ വൈ ഗിവൺ എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കൊണ്ട് ഡെൻസിറ്റി ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയും. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ഡിഫൈൻ ചെയ്യാവുന്നതാണ്, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. അപ്പോൾ അതെന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ എഫ് ഐ ഓഫ് ഐ ആയിരിക്കും അത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ തിരിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വാട്ട് യു വിൽ ഗെറ്റ്.
f x by y of x by y is equal to density function divided by marginal density of y. Okay, y യുടെ മാർജിനൽ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓൾറൈറ്റ്, അടുത്തത് ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂസ്, വേരിയൻസ്, കോവേരിയൻസ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ എക്സിൻ്റെ മാത്രം എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ മാത്രമേ അറിയുള്ളൂ, ജോയിന്റ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മാർജിനൽ ഡെൻസിറ്റീസ് എഫ് എക്സ് ഓഫ് എക്സും എഫ് ഐ ഓഫ് ഐയും നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടൈംസ് എഫ് എക്സ് ഓഫ് എക്സ്. എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈയുടെ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് ആണ്. റൈറ്റ്, അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇ ഓഫ് എക്സ് കിട്ടും. അതുപോലെ ഇ ഓഫ് ഐ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ വൈ എഫ് ഐ ഓഫ് ഐ, ഇതാണ് ഇ ഓഫ് ഐയുടെ ഫോർമുല. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിനെ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇ ഓഫ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ വൈ സ്ക്വയർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ മാർജിനൽ ഡെൻസിറ്റി ഓഫ് വൈ, ദെൻ ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഓക്കെ, സിമിലർലി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ, ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് മാത്രമല്ല എക്സും വൈയും ഉണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഡെൻസിറ്റി ഫംഗ്ഷനെ തന്നെ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എക്സ് കൊണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വൈ കൊണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. കോവേരിയൻസ് കാണാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ വേണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും വേണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ, ഇതാണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈയുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കണം. ഇനി അടുത്തത് വേരിയൻസിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ കണ്ട ഫോർമുല തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതുപോലെ വേരിയൻസ് ഓഫ് വൈ ഇസ് ഇ ഓഫ് വൈ സ്ക്വയർ മൈനസ് ഇ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. സോ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കോവേരിയൻസ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ടൈം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ ആക്ച്വലി ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് എല്ലാം കണ്ടുപിടിക്കണം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, എല്ലാ എക്സ്പെക്ടേഷൻസും, അതുപോലെ വേരിയൻസുകൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, കോവേരിയൻസ് കംപ്ലീറ്റും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദ ക്വസ്റ്റ്യൻ സീംസ് സിമ്പിൾ, കോറിലേഷൻ കോഎഫിഷ്യന്റ് റോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുലാസ് എല്ലാം വെച്ചിട്ട് എല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അപ്പോഴാണ് നമുക്ക് റോയിൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിളിൽ കൂടി നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഇതാണ് എഫ് ഓഫ് എക്സ് വൈ. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ. സി ടൈംസ് എക്സ് വൈ, എക്സിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്, വൈയുടെ വേരിയേഷനും 0 to 1 ആണ്. സി എക്സ് വൈ, അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന അൺനോൺ ക്വാണ്ടിറ്റി ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സി കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സി കണ്ടുപിടിച്ചാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചിരിക്കുക. കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നത് വെച്ചാൽ ആക്ച്വലി എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെയുള്ള എല്ലാം കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് കാണണം. എക്സ് ഇൻഡിപെൻഡന്റ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ രണ്ട് പ്രോബബിലിറ്റീസ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രോബബിലിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു എക്സാമ്പിളിൽ കൂടി ഈ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ കോൺസെപ്റ്റും ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാമ്പിളിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ഇതൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ, ഇത് 1 ആയിരിക്കും. റൈറ്റ്, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി ടൈംസ് എക്സ് ടൈംസ് വൈ ആണ്. അപ്പോൾ ഈ എക്സ് എവിടെ മുതൽ എവിടം വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അത് അത്രയും ലിമിറ്റ് മാത്രം നമ്മളോട് കൊടുത്താൽ മതി. ബാക്കി സ്ഥലത്തൊക്കെ ഫംഗ്ഷൻ 0 എന്നാണ് അസ്യൂം ചെയ്തിരിക്കുക. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 1 ആണ്. വൈയുടെ വേരിയേഷനും 0 to 1 ആണ്. സി ടൈംസ് എക്സ് വൈ ഡി എക്സ് ഡി വൈ സി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. അതായത് ഇന്നർ ഇൻ്റഗ്രൽ 0 to 1 സി എക്സ് വൈ ഡി എക്സ്, അതായത് ഇതിനെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 0 to 1 ഓക്കെ ഇൻ്റഗ്രൽ 0 to 1 ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c ടൈംസ് എക്സ് സ്ക്വയർ ബൈ 2 y എന്നാണ് കിട്ടുക ഫ്രം ലിമിറ്റ് ഈസ് ഫ്രം 0 to 1 ഓക്കെ ആൻഡ് dy which is equal to 1. ഇനി ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സിനാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, കാരണം എക്സ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക സി വൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഡി വൈ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രൽ കാണുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ ഇനി y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, റൈറ്റ്? ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് 0 to 1 അപ്ലൈ ചെയ്യുക, ആൻസർ ഈസ് 1. അപ്പോൾ സി ബൈ 4 ടൈംസ് വൈക്ക് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 എന്നാണ് കിട്ടുക. ഓർ സിയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സി എക്സ് വൈ, സിയുടെ സ്ഥാനത്ത് നമുക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4xy എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. വേർ 0 ലെസ് ദാൻ എക്സും വൈയുടെയും വേരിയേഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോറിലേഷൻ കാണാനാണ്. അപ്പോൾ എന്തായാലും കോറിലേഷൻ കാണാൻ നമുക്ക് ഈ പറയുന്ന എല്ലാ വാല്യൂസും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. സോ ഫസ്റ്റ് വൺ fx ഓഫ് എക്സ് ആണ്. fx ഓഫ് എക്സ് എന്ന് വെച്ചാൽ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈയെ നമ്മൾ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണ്. നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ 4xy ആണ്. ഇതിനെ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 4x ടൈംസ് വൈയുടെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. 1 അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2x. 4 ഉം 2 കൂടി ക്യാൻസൽ ആയിട്ട് 2x എന്ന് കിട്ടും. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ fx ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 2x എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇതുപോലെ വൈയുടെ നമുക്ക് കണ്ടുപിടിക്കാം. fy ഓഫ് y ഇസ് ഈക്വൽ ടു, അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് -∞ to ∞ f ഓഫ് എക്സ് വൈ dx കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ലിമിറ്റ് 0 to 1 തന്നെയാണ്. 4xy dx, x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4y ടൈംസ് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2y എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് എക്സ്പെക്ടേഷൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ്പെക്ടേഷൻ. ഓക്കെ, സോ ഇ ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിൻ്റെ വേരിയേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. എക്സ് ടൈംസ് എഫ് എക്സ് ഓഫ് എക്സ് dx, ഇതാണ് ഫോർമുല. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ടൈംസ് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ്. അതിപ്പോൾ നമ്മൾ 2x എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 2x² dx എന്ന് കിട്ടും. അപ്പോൾ 2x² ഇൻ്റഗ്രൽ 2x³ by 3 ആണ്. ഫ്രം 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആവും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആവും. സോ യു വിൽ ഗെറ്റ് 2/3. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/3 ആണ്. ഇതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് y കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 y fy ഓഫ് y dy. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to 1 y ടൈംസ് 2y എന്നാണ് കിട്ടുക, 2y dy. ഓക്കെ, സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ 0 to 1 2y² dy എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y³ by 3 എന്ന് കിട്ടും. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. അപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്നാണ് കിട്ടുക. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും 2/3 കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് y നമുക്ക് കിട്ടിയത് 2/3 ആണ്. അടുത്തത് ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാം. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ്, ഫോർമുല ഇതാണ്, ഇൻ്റഗ്രൽ -∞ to ∞ x² fx ഓഫ് എക്സ് dx എന്നാണ് കിട്ടുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x² ടൈംസ് 2x dx എന്ന് കിട്ടും.
ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2x³ dx എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക 2x⁴ 4/4 എന്ന് കിട്ടും. ലിമിറ്റ് 0 to 1 അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 1/2 എന്നാണ് കിട്ടുക. കാരണം എക്സിന് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും, 0 കൊടുക്കുമ്പോൾ അത് 0 കിട്ടും. ഇതുപോലെ തന്നെ അടുത്തത് e(y²) കണ്ടുപിടിക്കാം. ഫോർമുല ഇൻ്റഗ്രൽ -∞ to ∞ y² ടൈംസ് fy of y dy. ഇതാണ് ഫോർമുല. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫംഗ്ഷൻസും ലിമിറ്റും ഒക്കെ. 0 to 1 y² ടൈംസ് 2y dy എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2y³ dy ആണ് ഇൻ്റഗ്രൽ കാണേണ്ടത്. സോ 2y⁴/4 limit is applied from 0 to 1 and you will get 1/2. ഓക്കെ, ഇതാണ് e(y²) എന്ന് പറയാം. അടുത്തത് e(xy) ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് xy. എക്സ്പെക്ടേഷൻ ഓഫ് xy എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡബിൾ ഇൻ്റഗ്രൽ കാണണം. ഫോർമുല ഇതാണ് -∞ to ∞ xy ടൈംസ് f of xy dx dy. ഇതാണ് ഫോർമുല, which is equal to integral 0 to 1 ഇതും integral 0 to 1 xy ടൈംസ് f of xy എന്ന് പറയുന്നത് 4xy ആണ് dx dy. ഓക്കെ, integral 0 to 1 integral 0 to 1 4 ഔട്ട്സൈഡ് എടുക്കാം. x² y² dx dy. അപ്പോൾ ഫസ്റ്റ് ഈ ഫംഗ്ഷനെ x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to 1. ആദ്യം x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² ഇൻ്റഗ്രൽ x³ 3 ടൈംസ് y² എന്നാണ്. എക്സിനാണ് ലിമിറ്റ് 0 to 1 നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to 1 1 അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ കാര്യം 1 ആവും. അപ്പോൾ നമുക്ക് കിട്ടുക y²/3 dy എന്നാണ് കിട്ടുക. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് 4/3 ഔട്ട്സൈഡ് എടുക്കാം. y² ഇൻ്റഗ്രൽ y³ 3 എന്ന് കിട്ടും. ലിമിറ്റ് ഈസ് ഫ്രം അഗെയിൻ 0 to 1. 1 അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അപ്പർ ലിമിറ്റ് 1 കിട്ടും, ലോവർ ലിമിറ്റ് 0 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4/9 ആയിരിക്കും. അപ്പോൾ അതാണ് e(xy) എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ. അപ്പോൾ അതും കണ്ടുപിടിച്ചു. അടുത്തത് കോവേരിയൻസ് ആണ്. കോവേരിയൻസ് ഓഫ് xy എന്ന് പറയുന്നത് e(xy) മൈനസ് e(x) ടൈംസ് e(y) ആണ്. e(xy)യുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 4/9 ആണ്. സോ 4/9 മൈനസ് അടുത്ത് e(x) ടൈംസ് e(y). e(x) നമുക്ക് കിട്ടിയത് 2/3 ആണ്. e(x)ഉം e(y)യും 2/3 ആണ്. സോ 2/3 ടൈംസ് 2/3 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4/9 മൈനസ് 4/9 0 എന്നാണ് കിട്ടുക. റൈറ്റ്, 0 ആണ്. അപ്പോൾ കോവേരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടി. ഓക്കെ, അപ്പോൾ അതിന് റീസൺ ഉണ്ട്, അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് e(x² മൈനസ് e(x)² ആണ്. e(x²ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് e(x²) 1/2 ആണ്. അപ്പോൾ 1/2 മൈനസ് e(x) 2/3 ആണ്. സോ 2/3² എന്ന് കിട്ടും. റൈറ്റ്, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1/2 മൈനസ് 4/9. ഇത് സിംപ്ലിഫൈ വിൽ ഗെറ്റ് 1/18 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ വേരിയൻസ്. ഇപ്പോൾ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സിഗ്മ എക്സ് ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/18 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ്, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് y ആണ്. വേരിയൻസ് ഓഫ് y എന്ന് വെച്ചാൽ e(y² മൈനസ് e(y)² എന്ന് കിട്ടും. ഇവിടെയും e(y²) 1/2 തന്നെയാണ്. e(y) is എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറയുന്നത് 2/3 തന്നെയാണ്. അപ്പോൾ 2/3 അപ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കിട്ടിയ പോലെ തന്നെ 1/18 എന്ന് കിട്ടും. അതുപോലെ സിഗ്മ y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/18 എന്ന് കിട്ടും. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിച്ചുകൊണ്ട്
ഇനിയിപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസുമായി അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷനായ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് rho is equal to covariance of xy by സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. പക്ഷെ കോവേരിയൻസ് നമുക്ക് 0 കിട്ടിയത് കൊണ്ട് അതിൻ്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. കാരണം കോവേരിയൻസ് ഓൾറെഡി നമുക്ക് വാല്യൂ 0 എന്ന് കിട്ടി, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് കിട്ടി 0 എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, നമ്മുടെ എഫ് എക്സ് ഓഫ് എക്സും എഫ് വൈ ഓഫ് വൈയും മാർജിനൽ ഡെൻസിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ നോക്കുക. എഫ് എക്സ് ഓഫ് എക്സ് നമുക്ക് 2x എന്നാണ് കിട്ടിയത്, എഫ് ഐ ഓഫ് വൈ 2y എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4xy എന്ന് കിട്ടും. ഇത് തന്നെയാണ് എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ പറയും എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് കോവേരിയൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 0 കിട്ടിയത്, അതുപോലെ കോറിലേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 0 കിട്ടിയത് അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച്. ഓക്കെ, കണ്ടീഷണൽ ഡെൻസിറ്റീസ്. അപ്പോൾ കണ്ടീഷണൽ ഡെൻസിറ്റീസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എഫ് എക്സ് ബൈ വൈ ബൈ എക്സ് ബൈ വൈ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയെ എഫ് വൈ ഓഫ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 4xy ആണ്, എഫ് വൈ ഓഫ് വൈ നമ്മൾ കണ്ടുപിടിച്ചത് 2y ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ എഫ് വൈ ബൈ എക്സ് ടൈംസ് വൈ ബൈ എക്സ്, ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതും 4xy ബൈ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ നമുക്ക് 2y എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷണൽ ഡെൻസിറ്റീസ് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആക്ച്വലി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേഷൻ നമുക്ക് പ്രശ്നമല്ല, പക്ഷേ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് എവിടെ മുതൽ എവിടം വരെ പോവും, വൈ എവിടെ മുതൽ എവിടം വരെ പോവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 0 to 1 വരെയാണ്, വൈയുടെ വേരിയേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 0 to 1 വരെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഇവിടെ ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് പിന്നെ എക്സ് ഇസ് ലെസ് ദാൻ 1/2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/2 കുറവായിരിക്കുകയും വൈയുടെ വാല്യൂ 1/2 കൂടുതലായിരിക്കുകയും ചെയ്യണം, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ റീജിയനിലാണ്, റൈറ്റ്? ഈ റീജിയൻ്റെ പ്രത്യേകത ഇവിടെ എക്സിൻ്റെ വാല്യൂ 1/2 കുറവായിരിക്കും, വൈയുടെ വാല്യൂ 1/2 കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റീജിയനിലാണ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1/2 ആയിരിക്കും, അതുപോലെ വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1/2 to 1 ആയിരിക്കും. ഓക്കെ, therefore probability of x is less than 1/2, y is greater than 1/2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഡബിൾ ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡെൻസിറ്റി ഫംഗ്ഷനായ 4xy ആണ്, dx dy. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ ആദ്യമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എക്സ് വേരീസ് ഫ്രം 0 to 1/2 ആണ്. ദെൻ വൈയുടെ വേരിയേഷൻ ആണ്, വൈയുടെ വേരിയേഷൻ ഈസ് ഫ്രം 1/2 to 1 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഉള്ളിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുക 1/2 to 1. 4xy ആദ്യം എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4x²/2 ടൈംസ് y എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 0 to 1/2 dy ആണ്. അപ്പോൾ എക്സിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ഇൻ്റഗ്രൽ 1/2 to 1 2 ടൈംസ് 4ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. എക്സിൻ്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുക. സോ 1/2 the whole square ടൈംസ് y. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിക്കോളൂ, dy എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1/2 whole square 1/4 ആണ്. ഒരു 2 ഉം 2 ക്യാൻസൽ ആയി പോയിട്ട് 1/2 ടൈംസ് എന്ന് കിട്ടും. 1/2 ടൈംസ് ഇവിടെ y മാത്രമേ ഉള്ളൂ. വൈയുടെ ഇൻ്റഗ്രൽ y²/2 ആണ്. ലിമിറ്റ് കൊടുക്കേണ്ടത് 1/2 to 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/2 ടൈംസ് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1/2 മൈനസ് 1/2 മൈനസ് ലോവർ ലിമിറ്റ് 1/2 കൊടുക്കുമ്പോൾ 1/2² 1/4 എന്ന് കിട്ടും. 1/4 ടൈംസ് 1/8 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3
3/16 എന്നൊരു പ്രോബിലിറ്റിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 3/16 ആയിരിക്കും ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇനി ഒരു പ്രോബിലിറ്റി കൊണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ബി പാർട്ട്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് നമ്മൾ ആ റീജിയൻ ആണ് ട്രേസ് ചെയ്യേണ്ടത്. എക്സും വൈ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 1ൽ കുറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. അത് 1 എന്നതിൽ കൂടി പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ 0, 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും. അതുപോലെ വൈ കോർഡിനേറ്റ് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് 1 എന്ന് കിട്ടും. അങ്ങനെ ഈ 2 പോയിന്റുകളാണ് ആദ്യം കിട്ടുക. ഈ 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്താൽ സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. റൈറ്റ്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 1 എന്ന് പറയുന്ന റീജിയൻ ഇതാണ്. ഈ റീജിയനിലാണ് നമുക്ക് 4xy എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റീജിയനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 2 രീതിയിൽ എടുക്കാം, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്, വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാം. ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ dx dy എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്താൽ ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഈ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ആദ്യം നമ്മൾ കിട്ടുന്ന എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കും എഴുതേണ്ടത്. ഈ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏത് കർവിൽ ടച്ച് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക. ലെഫ്റ്റ് എൻഡ് 0ലാണ് ടച്ച് ചെയ്തിരിക്കുക, എക്സിൻ്റെ വാല്യൂ 0 ആണ് അവിടെ. ടു റൈറ്റ് സൈഡ് ഏത് കർവിൽ ടച്ച് ചെയ്തിരിക്കും നോക്കുക. റൈറ്റ് സൈഡിലെ കർവ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 - y എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് 0 മുതൽ റൈറ്റ് എൻഡ് 1 - y വരെ പോകും എക്സിൻ്റെ വേരിയേഷൻ. ഇനി ഈ സ്ട്രിപ്പ് താഴെ വെർട്ടിക്കലി മൂവ് ചെയ്യിപ്പിക്കുക. സ്ട്രിപ്പ് താഴെ ഏറ്റവും താഴെ എവിടം വരെ വരും, ഏറ്റവും മുകളിൽ എവിടം വരെ വരും എന്ന് മാത്രം നോക്കിയാൽ മതി. അതായിരിക്കും വൈയുടെ വേരിയേഷൻ. അത് നമുക്ക് കിട്ടുക y ഈക്വൽ ടു 0 to y ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഫസ്റ്റ് എക്സിൻ്റെ വേരിയേഷൻ 0 to 1 - y 4xy dx dy. അപ്പോൾ വൈയുടെ വേരിയേഷൻ ഈസ് ഫ്രം 0 to 1 എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രൽ 0 to 1, 4 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എക്സ് വൈ ആദ്യം എക്സ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. y ഫ്രം 0 to 1 - y dy. ഇതാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇപ്പോൾ 2 പുറത്ത് വരും. ഇൻ്റഗ്രൽ 0 to 1, എക്സിന് 1 - y കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1 - y the whole square times y dy എന്നൊരു ഫംഗ്ഷനാണ് കിട്ടുക. വീണ്ടും ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സോ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 1, 1ൻ്റെ ഇൻ്റഗ്രൽ 1 ഇത് എക്സ്പാൻഡ് ചെയ്യുക. 1 - y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 - 2y + y² ആണ്. അതിനെല്ലാം y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y - 2y² + y³ എന്നാണ് കിട്ടുക dy. ഓൾറൈറ്റ്, ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. which is equal to 2 times y-യുടെ ഇൻ്റഗ്രൽ y²/2 minus 2y³/3 plus y⁴/4 എന്ന് കിട്ടും. റൈറ്റ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ y²/2 y³/3 y⁴/4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റാണ് നമ്മൾ 0 to 1 അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് 2 ടൈംസ് വൈക്കെല്ലാം 1 കൊടുക്കുമ്പോൾ 1/2 minus 2/3 plus 1/4. 0 കൊടുക്കുമ്പോൾ ലിമിറ്റ് എല്ലാം 0 കിട്ടും. ഓക്കെ, സോ 2 ടൈംസ് LCM 12 ആയിട്ട് എടുത്താൽ ഇത് 6 minus 8 plus 3 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടും പ്രോബബിലിറ്റി. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ദാറ്റ് x plus y is less than 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാം ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so that's it. Let's wind up this session. Okay.